ഹലോ, വെൽക്കം ടു നിക്കീസ് വേൾഡ്. അപ്പം നമ്മൾ ഇന്ന് കാലത്ത് തന്നെ റെഡി ആയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് പോവാണ്. കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ വീടിൻ്റെ അടുത്തായിട്ട് ചേലൂർ പള്ളിയുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ മാതാവിൻ്റെ അവിടെ മെഴുകുതിരി കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് തന്നെ നമ്മൾ മെഴുകുതിരി മേടിച്ചു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ലീറ്ററും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ മെഴുകുതിരി കത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ, നമ്മൾക്ക് എല്ലാ ദൈവങ്ങളും ഒന്നാണ്. അപ്പോൾ ഓണൊക്കെ ആയിട്ട് അന്ന് തോന്നുന്നു ഇവിടെ അടിപൊളിയായിട്ട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ വണ്ടി എടുത്തിട്ട് നമ്മൾ ഇരിഞ്ഞാലക്കുട മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബുധനാഴ്ച ദിവസം എന്ന് പറയണത് ചന്ത ദിവസം എന്നാണ് പറയുക. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് ഇങ്ങനെ നമ്മളോരോ കടകളിലൊക്കെ കയറി. അപ്പോൾ മെയിൻലി നമ്മൾ കൂർക്ക് മേടിക്കാനാണ് വന്നത്. അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് നല്ല വലിയ വലിയ കൂർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോൾ അമ്മ അങ്ങനെ നോക്കിയെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മ അതനുസരിച്ചിട്ട് കൂർക്കയൊക്കെ മേടിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇരിക്കുന്ന പയറുണ്ടല്ലോ, ആ വയലറ്റ് കളർ പയർ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ നിന്ന് മേടിച്ചു. അപ്പോൾ സൈഡിൽ ഇങ്ങനെ ചിക്കനും അതുപോലെ തന്നെ മീറ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. അതുപോലെ കുറച്ച് നല്ല ഉണ്ടമുളക് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ പഴം മേടിച്ചു. അപ്പോൾ നമുക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ട് പിന്നെ അടുത്ത ഷോപ്പിലേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ ബീട്രൂട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഷോപ്പിലേക്ക് പോയി. ഇവിടുന്ന് നമ്മൾ ഗോതമ്പ് കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കും. അതാണ് നമ്മുടെ പ്ലാൻ. നല്ല പേരിക്കും കേട്ടാ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ, അതായത് എൻ്റെ വല്യമ്മച്ചിയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവിടെ വലിയേട്ടനും കുഞ്ഞാൻ്റെയും വീടാണ്. അപ്പോൾ കുഞ്ഞാൻ്റെ വീട്ടിൽ ഇപ്പോൾ ഹൗസ് വാമിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞോളൂ. അപ്പോൾ അവരൊക്കെ ദുബായിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇപ്പുറത്തെ സൈഡിലേക്ക് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് പുറം ചുറ്റി കണ്ടിട്ട് വരാം. புறப்படும் பெண்ணே நான் பூவைந்தால் தீ வந்து விரல் சுடும் கண்ணே நான் தீ வரைந்தால் உயிரல்லதெல்லாம் உயிர் கொள்ளும் என்றால் உயிருள்ள நானும் என்னாகுவே உயிர் வாங்கிடும் ஓவியம் நீடி. புறப்படும் பெண்ணே நான் பூவரைந்தால் தீ வந்து விரல் சுடும் கண்ணே நான் தீ வரைந்தால். അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. வாசம் புறப்படும் பெண்ணே நான் பூவரைந்தால். അപ്പോൾ ഇവിടെ കുറേ പേരയ്ക്കകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക. അപ്പോൾ അധികം പഴുക്കാണ്ട് ഇങ്ങനെ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ
അവിടെ നിന്ന് ഒരു പേരക്കയൊക്കെ പൊട്ടിച്ച് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ വലിയമ്മച്ചി ഇതാ കുളിച്ചൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയമ്മച്ചിക്ക് ഇങ്ങനെ കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ബോഗൻ വില്ലാസാണ് കൂടുതൽ ആൾ വെക്കാറ്. ഇപ്പം നല്ല ചെത്തി പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ കുറേ ചെത്തി ഇങ്ങനെ പൂങ്കാവനം പോലെ ഉണ്ടായി നിൽക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ മുട്ടുകളായിട്ടൊക്കെയാണ് നിൽക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പുറത്തും അതെ. അതുപോലെ ഇങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ്സും പിന്നെ അത് ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ യെല്ലോ കളറിൽ നിൽക്കില്ലേ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ് വഴി കൂടൽമാണിക്യം കവർ ചെയ്തിട്ട് നമ്മളവിടെ ഒരു സ്റ്റിച്ചിങ് ഏരിയ ഉണ്ട്. നമ്മൾ അവിടെ തന്നെയാണ് എപ്പോഴും കൊടുക്കാറ്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് വന്ന് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ ജസ്റ്റ് അപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് പോവാണ്. അപ്പോൾ അതാ സ്കൂട്ടറുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂട്ടറിന് ബാങ്കിൽ അപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ഷയയിലും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തി. ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പറയാം, ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ ഏൺ ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മൾ പൈസ വിഡ്രോ ചെയ്തിട്ട് പോന്നു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ യൂട്യൂബ് റവന്യൂ ആണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ കയ്യിൽ ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അത് പോയിട്ട് വിഡ്രോ ചെയ്തെടുത്തു. ബാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിലെത്തിയപ്പോൾ നമ്മൾ പോയിട്ട് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബിഗ് താങ്ക് യു. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെ റവന്യൂ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് വേറൊരു സൈഡിൽ കൂടെ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇതിൽ കൂടെ ഒരു നമ്മളുടെ പാഷനിൽ കൂടെ നമ്മൾക്ക് ഒരു റവന്യൂ ഏൺ ചെയ്യണത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതിനുവേണ്ടി ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. പിന്നെ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, വിഷ്ണു ചേട്ടൻ, എൻ്റെ ചേട്ടൻ ചിക്കു, പാറു, പിന്നെ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ വിഷ്ണുവിൻ്റെ ഫാമിലിയിലായാലും ഭയങ്കര ഫുൾ സപ്പോർട്ടീവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. അങ്ങനെ നമ്മളപ്പോൾ എന്ത് വിചാരിച്ചു, അപ്പം നമ്മൾക്കൊരു ഈവനിങ് ഷോ മൂവി കാണാൻ പോവാന്ന്. അങ്ങനെ അച്ഛനെയും അമ്മേനെയും ഒക്കെ കൊണ്ടിട്ട് നമ്മൾ പോവാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്ത കാരണം കൊണ്ട് നമ്മൾ ഇപ്പം തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ടാണ് പോണത്. അച്ഛനും ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ കുറവാണ്. അങ്ങനെ നമ്മളിത് ആസിഫ് അലിയുടെ പടം കാണാനായിട്ടാണ് പോണത്. നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഫിലിം കാണാനായിട്ട് കയറി. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂവിലൊക്കെ ആയപ്പോൾ ഞാൻ അടിയിൽ പോയിട്ട് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് പോപ്കോണും മിനറൽ വാട്ടറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ അവർക്ക് കൊണ്ടു കൊടുക്കുകയാണ്. നമ്മൾ സിനിമയൊക്കെ കണ്ട് വീട്ടിലെത്തി. പിന്നെ അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയി, ഒരു 6:30 ഒക്കെ ആയിട്ടോ. അപ്പോൾ 6:30 ആയപ്പോൾ നമ്മൾ ജസ്റ്റ് അമ്മയുടെ പൂങ്കാവനം, അച്ഛനും ഇതുപോലെ തന്നെ ഭയങ്കര പൂക്കളോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കുറച്ച് ഗാർഡൻ ഏരിയയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അവിടെ കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ചെടികളൊക്കെ അമ്മ കാണുന്നതൊക്കെ ഓരോ സ്ഥലത്തുനിന്നായാലും അത് മേടിച്ചുകൊണ്ട് വരും കേട്ടോ. അല്ലെങ്കിൽ ഇന്ത്യൻ അമ്മമാരുടെ രീതി വെച്ച് നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നതിൻ്റെയൊക്കെ ഓരോ കൊമ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ നടും കേട്ടോ. അങ്ങനെ ഓരോരോ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ റോസാപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾക്ക് കുറച്ച് നിങ്ങളുടെ ഗാർഡൻ ഏരിയ ഒന്ന് കണ്ടിട്ട് വരാം. വിലോലമാം പൂമഞ്ഞിൻ തലോടലായി പാടാനായി
അപ്പോൾ ഈ ഒരു കൊച്ചു സന്തോഷമുള്ള ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്.